السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ഒന്നരായ വിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാന്യരായ ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ആണ്ടിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ടവരെ അനുസ്മരിക്കുന്ന പ്രത്യേകമായ പരിപാടിയിലാണ് നമ്മളുള്ളത്. ഉസ്താദിന്റെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ദീനിനു വേണ്ടി അവിടുന്ന് നടത്തിയ അധ്വാനങ്ങളെല്ലാം പൂർണ്ണ രീതിയിൽ റബ്ബ് തആല ഖബൂലാക്കുമാറാവട്ടെ. നെല്ലിക്കുത്ത് ഉസ്താദുമായുള്ള ഓർമ്മകൾ പങ്കുവെക്കാൻ സംഘാടകർ അനുവദിച്ച 10 മിനിറ്റോ 10 മണിക്കൂറോ കൊണ്ടോ സാധ്യമല്ല. 2 വർഷം ഉസ്താദിന്റെ മുമ്പിലിരുന്ന് കിതാബ് ഓതി പഠിക്കുകയും പിന്നീട് മരണം വരെ ഉസ്താദിനോട് പല സന്ദർഭങ്ങളിലും ഘട്ടങ്ങളിലും ബന്ധപ്പെടുകയും ചെയ്ത അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ച, ഹൃദയത്തിൽ നിന്ന് തീരെ മാഞ്ഞു പോവാത്ത ഗുരു പരമ്പരയിലെ പ്രധാനപ്പെട്ടൊരു നായികക്കല്ലാണ് ബഹുമാന്യരായ നെല്ലിക്കുത്ത് ഉസ്താദ്. എല്ലാ വിഷയത്തിലും വലിയ പാണ്ഡിത്യം, കഠിനാധ്വാനം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും നേടിയെടുത്ത ഉസ്താദ്, പക്ഷേ ആ പാണ്ഡിത്യത്തിന്റെ ഗരിമ തീരെ പ്രകടിപ്പിക്കാതെ സമ്പൂർണ്ണ വിനയത്തിന്റെ ആൾരൂപമായി എന്നത് എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യമാണ്. ചെറിയ വിദ്യാർത്ഥികളോട് പോലും കരുണാർദ്രമായി ഇടപെടുകയും അങ്ങോട്ട് വർത്താനം പറയുകയും പോകുന്ന വഴിയിലൊക്കെ കാണുന്നവരോടൊക്കെ പലപ്പോഴും ഹാസ്യാത്മകമായ ചില കോൺകണ്ണൊക്കെട്ടുള്ള സമീപനം നടത്തുകയും അവരോട് അങ്ങോട്ട് വർത്താനം പറയുകയും, ഇങ്ങനെ നോക്കുമ്പോൾ മറ്റ് പലരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു ഉസ്താദ്. സാധാരണ സബുക്കിലേക്ക് ഉസ്താദുമാർ വരുന്നതിന് മുമ്പ് ഖാദിമീങ്ങൾ, ക്ലാസ് ലീഡർമാരൊക്കെ പോയി കിതാബ് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കുന്ന ഒരു ശൈലിയുണ്ട്. മർക്കസിൽ പഠിക്കുന്ന കാലം 2 പേരെയാണ് ഇതിന് വ്യത്യസ്തരായി കാണാനായിട്ടുള്ളത്. അതൊരു മോശം പരിപാടിയൊന്നുമല്ല. ഉസ്താദുമാർ വരുന്നതിന് മുമ്പ് കിതാബ് കൊണ്ടുവരിക, ദർസിന് വേണ്ട സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെക്കുക എന്നുള്ളത് പ്രോത്സാഹനജനകമായ ഒരു കാര്യം തന്നെയാണ്. അതിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. എന്നാൽ പോലും ഉസ്താദിന്റെ കാര്യത്തിൽ ഉസ്താദ് ഞങ്ങൾക്ക് ആദ്യം തുർമുദിയാണ് ഓതി തന്നിരുന്നത്, പിന്നീട് ഖാദിയാണ്. ആ കിതാബ് നെഞ്ചിനോട് ചേർത്ത് മറുകൈയിൽ കണ്ണട, ആ നീല കളറുള്ള കൂട്ടിലിട്ട് വീശി വീശി തോളിലിങ്ങനെ ഷാള്, തലയിക്കെട്ട് തോളിലൂടെ അങ്ങനെ നീട്ടിയിട്ടുള്ള വരവ് തന്നെ ഒരു കൗതുക കാഴ്ചയായി. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളൊക്കെ ഉസ്താദിന്റെ സബുക്ക് ആസ്വദിക്കുമായിരുന്നു. ഓതുന്നത് ഖാദിയാണെങ്കിലും പലപ്പോഴും ചർച്ച നടക്കുന്നത് വിമാന നിർമ്മാണവും കപ്പൽ നിർമ്മാണവും, വലിയ കേവ് ഭാരമുള്ള, അതിലേറെ ഭാരം വഹിച്ച കപ്പൽ എന്തുകൊണ്ട് വെള്ളത്തിൽ താന്നു പോവാതിരിക്കുന്നു, ആ ജാതി വിവിധങ്ങളായ ചർച്ചകളായിരിക്കും ക്ലാസ്സിൽ ഗംഭീരമായി ഉണ്ടാവുക. അത് ഉസ്താദ് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് അടിച്ചേൽപ്പിക്കുക, കുട്ടികളെ മൊത്തം അതിൽ പങ്കെടുപ്പിക്കും. ആ ചർച്ചയിൽ അവരുടെ താല്പര്യങ്ങളൊക്കെ പരിഗണിക്കും. കൂടുതലായി കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും.
പലപ്പോഴും ചർച്ച പരസ്പരം അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് മാറി ഒരു വലിയ സംവാദത്തിന്റെ ശൈലി സ്വീകരിക്കും. അപ്പോഴൊക്കെ ആവേശഭരിതനായ ഒരു പോരാളിയെ പോലെ, ഒരു യുവാവിനെ പോലെ ഉസ്താദ് അതിലൊക്കെ സക്രിയമായി ഇടപെടും. ഇടക്കൊക്കെ ഹാസ്യാത്മകമായി ബൈത്ത് ചൊല്ലലും സലാത്ത് ചൊല്ലിക്കലും ഇങ്ങനെയുള്ള ഒരു പോരാട്ടമായിരുന്നു സബക്ക്. സാധാരണഗതിയിൽ ദർസ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു നിശബ്ദമായിട്ടുള്ള ക്ലാസ് എടുക്കൽ മാത്രമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അലിഖുദ്ദുസ്താദിന്റെ ദർസ് അങ്ങനെയല്ലായിരുന്നു. അതൊരു വലിയ പ്രക്ഷോഭമായിരുന്നു. അതിനിടയിൽ കുറെ ആളുകൾക്ക് സുന്നത്ത് ജമാഅത്ത് പഠിക്കും, കുറെ ആളുകൾക്ക് സംവാദം എങ്ങനെയെന്നത് ബോധ്യമാവും, വേറെ കുറെ ആളുകൾ അന്തർമുഖന്മാരായിരിക്കും. ഉസ്താദ് അവരെ കൂടെ മോട്ടിവേഷൻ ചെയ്യും. ലാസ്റ്റ് ഉസ്താദിന്റെ ഒരു പ്രയോഗമുണ്ട്, തീരെ മിണ്ടാതിരിക്കുന്ന ആളെ പരമാവധി പ്രകോപിപ്പിച്ച് പിന്നെയും അവന്റെ പുറകെ കൂടി അവസാനം ഇത്തിരിയൊക്കെ ദേഷ്യം പിടിച്ചാണെങ്കിലും ആ മുത്തഅല്ലിമ് ഈ ചർച്ചയിൽ എന്തെങ്കിലും രീതിയിൽ പ്രതികരിക്കുമ്പോ വലിയ ശബ്ദത്തിൽ ഉസ്താദ് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, മൂപ്പര വക്കാറത്തു നീങ്ങി. കുട്ടികളെ സജീവമായി നിലനിർത്തുക, അവരെ ഈ ഉറങ്ങുന്ന ശൈലിയിൽ നിന്ന് മാറി എപ്പോഴും പൊട്ടിത്തെറിക്കുന്ന ശൈലിയിലേക്ക് മാറ്റുക. ഇതായിരുന്നു ഉസ്താദിന്റെ പ്രധാനപ്പെട്ട ഇത്തരം ഈ സബുക്കുകളൊക്കെ ക്ലാസിന്റെ തലത്തിൽ നിന്ന് സംവാദത്തിന്റെ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ലക്ഷ്യം. ബഹുമാന്യരായ ചെറുഷോർ ഉസ്താദ് നലികുത്ത് ഉസ്താദിന്റെ തൊട്ടടുത്ത റൂമിലായിരുന്നു താമസം. അവർ രണ്ടുപേരും വലിയ സൗഹൃദമായിരുന്നു. പലപ്പോഴും ചെറുഷോർ ഉസ്താദിന്റെ മുമ്പിൽ വിവിധങ്ങളായ ഫിഖ്ഹ് പ്രശ്നങ്ങളൊക്കെ ഉസ്താദ് അവതരിപ്പിക്കും. അങ്ങനെ ചെറുഷോർ ഉസ്താദിനെ പറഞ്ഞ് അല്ല ഇതിങ്ങനൊക്കെ വന്നതിന് മറുപടി ഉണ്ടാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു ഉസ്താദ് വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നല്ല, ശരിക്കും പ്രകോപിപ്പിക്കും. ചെറുഷോർ ഉസ്താദ് അതോടുകൂടെ ഖുതുബ്ഖാനയിലേക്ക് പോയി വിവിധങ്ങളായ കിതാബുകൾ മുതആല ചെയ്ത് അതിന് കൃത്യമായ മറുപടിയായിട്ട് വരും. ഉസ്താദ് അത് പിന്നെയും തുടരും. അപ്പോ ഇത്ര സൗഹൃദത്തിൽ വളരെയേറെ ബന്ധത്തിലായിരുന്നു ആ രണ്ട് മഹാപണ്ഡിതന്മാരും മർക്കസ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്. അതിനുശേഷം അങ്ങനെ തന്നെ. ഞാനത് പറയാൻ കാരണം ചെറുഷോർ ഉസ്താദ് ഞങ്ങൾക്ക് ഹിദായയായിരുന്നു ഓതി തന്നിരുന്നത്. ഏതാനും മാസങ്ങൾ ആ ഒരു സ്നേഹത്തണൽ കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്നതിന് മുമ്പ് ബഹുമാന്യരായ ഉസ്താദ് മരണപ്പെട്ടു. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒരു പ്രാവശ്യം ഉസ്താദ് തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചുള്ള ഒരു വിവരണം ക്ലാസ്സിൽ നടത്തി. ഉസ്താദിന്റെ ഏതോ അനുഭവത്തിൽ തബ്ലീഗുകാർ ഒരു നാട്ടിൽ വന്നപ്പോ അവരൊക്കെ കൂടെ ആ തബ്ലീഗുകാരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു അത്ര. അപ്പൊ അതിൽപ്പെട്ട ഏതൊരു പക്വമതി, നമ്മളങ്ങനെ കായികമായി വരെ നേരിടണ്ട, നമുക്ക് ചെറുഷോർ ഉസ്താദിനോട് ചോദിക്കാന്നും പറഞ്ഞു ഉസ്താദിന്റെ അടുത്തേക്ക് വന്നു. ആ വന്ന സംഘത്തോട് ഉസ്താദ് പറഞ്ഞു, നിങ്ങളോലങ്ങനെ തല്ലൊന്നും ചെയ്യല്ലേ, ഞാനൊന്ന് പോയി അവരോട് സംസാരിക്കട്ടെ. ഉസ്താദ് സംസാരിക്കാൻ തയ്യാറായി നിന്നപ്പോ ഉസ്താദിന്റെ മക്കൾ, അവരൊക്കെ പണ്ഡിതന്മാരാണ്, വലിയ ഒന്ന് രണ്ടാളുകൾ ഞങ്ങൾ പോയിക്കോളാന്ന് പറഞ്ഞു പോയി. അങ്ങനെ അവര് തബ്ലീഗുകാരോട് ഇങ്ങനെ സംസാരിച്ച് രണ്ടു കൂട്ടരും ഇങ്ങനെ ന്യായം പറഞ്ഞ് ഈ ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ ഞാനും മനസ്സിലാക്കുന്നത് ബഹുമാന്യരായ ഇപ്പോഴത്തെ മർക്കസ് മുദരിസും നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഫിഖ്ഹ് കൈകാര്യം ചെയ്യുന്ന പണ്ഡിതനുമായ ചെറുഷോല ജലീൽ സഖാഫിയെ കുറിച്ചാണ് ആ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറുഷോല ഉസ്താദ് പറയാം, വലിയ മക്കൾക്കൊക്കെ വിവരമുണ്ട്, അവരൊക്കെ തബ്ലീഗിനെ കുറിച്ചും നല്ല അറിയുന്നവരാണ്. പക്ഷെ അവരിങ്ങനെ ചർച്ച മുന്നോട്ട് പോകുമ്പോ എന്റെ ചെറിയ മോൻ പോയിട്ട് 4 തെർദീദാക്കലാണ്,
അതോടുകൂടെ തബ്ലീഗുകാർ അങ്ങോട്ട് തോറ്റിട്ട് മാനം കെട്ട് അവരപ്പം തന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. എന്നിട്ട് ചെറുശ്ശേർ ഉസ്താദ് പറയുന്ന ഒരു കഥ എന്താണെന്നറിയാം? അതെങ്ങനെയാണെന്നറിയാം? മറ്റോലൊക്കെ ബാക്കവിമാരാണ്, ചെറിയോൻ സക്കാഫിയാണ്. നെല്ലിക്കുത്തിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടാണ് അവന് ആജാദി ഹിക്മത്തൊക്കെ കിട്ടിയത്. അതിനെന്നെയാണ് എ പി ഉസ്താദ് ഇസ്മായിൽ ഓലിയർക്ക് ശമ്പളം കൊടുത്തുകൂടെ നിർത്തുന്നത്. മറ്റു ഉസ്താദുമാരാവുന്ന മക്കൾക്കൊക്കെ തബ്ലീഗിനെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ വിവരമുണ്ടെങ്കിലും അവരെ ചർച്ച ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് പോവാണ്. പക്ഷെ ചെറിയ മോൻ ചെന്നിട്ട് രണ്ട് വർത്താനാണ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറുതീതാക്കിയോടുകൂടെ അവർ മാനം കിട്ടങ്ങോട്ട് ഇറങ്ങിപ്പോയി. പിന്നെ ആ നാട്ടിക്ക് തബ്ലീഗുകാർ വന്നിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറുശ്ശേർ ഉസ്താദ് ഈ കഥ അവതരിപ്പിച്ച് ഈ സംഭവം പറഞ്ഞ് അവസാനം പറഞ്ഞ ആ ഒരു കാര്യം, ഇതിനെന്നെയാണ് ചെറുശ്ശേർ ഉസ്താദ്, ഇതിനെന്നെയാണ് എ പി ഉസ്താദ് നെല്ലിക്കുത്ത് ഉസ്താദിന് ശമ്പളം കൊടുത്തോടെ നിർത്തുന്നത്. അൽഹംദുലില്ലാഹ്, ആ ഒരു ഉസ്താദിന്റെ പ്രചോദനാത്മകമായ ക്ലാസ് പലരെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഞാന് ഉസ്താദിനോടൊപ്പമുള്ള 2 വർഷവും പിന്നീട് മരണം വരെയും വലിയ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. ഓരോ സക്കാഫിയും അങ്ങനെ പറയും, നെല്ലിക്കുത്ത് ഉസ്താദ് ഏറ്റവും കൂടുതൽ ബന്ധം എന്നോടായിരുന്നു. ആ ഒരു വിധത്തിൽ എല്ലാവരെയും സ്വാധീനിക്കാൻ ഉസ്താദിന് കഴിയുമായിരുന്നു. ഞാനും ഏറ്റവും കൂടുതൽ ബന്ധം എന്നോടായിരുന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം അത് ഈ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും. എന്നാൽ പോലും ചില ചർച്ചകളൊക്കെ, ഞങ്ങളെ കാലത്ത് നടന്ന ചില ചർച്ചകൾ, എന്നാണ് ലാത്തൂരിൽ ഭൂകമ്പം ഉണ്ടായത്. എങ്ങനെയാണ് ഭൂകമ്പം ഉണ്ടാകുന്നത് എന്ന് നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞു. ഭൂമിക്കടിയിൽ നിന്നുള്ള എയർ, ഗ്യാസ് മേലേക്ക് വരുമ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്. അത് പഴയ സയൻസാണ്. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അതിനെ എതിർത്തു. ഭൂമിക്കടിയിലുള്ള ശിലാഫലകങ്ങളുടെ ചലനാണ് ഭൂകമ്പത്തിന് കാരണം എന്ന പുതിയ സയൻസ് ഞങ്ങളൊക്കെ പറഞ്ഞു. അത് സംബന്ധമായി കുറെ സബുക്കുകളിൽ ഗംഭീരമായ ചർച്ചകളും വാഗ്വാദങ്ങളും ഉണ്ടായി. അത് വെച്ച് ഞാനൊരു പ്രാവശ്യം സുന്നി വോയിസിൽ ഭൂമി നിലവിളിച്ചപ്പോൾ എന്നും പറഞ്ഞ് ലേഖനം എഴുതി. ആരൊക്കെ ഉസ്താദിന് ആ ലേഖനം കാണിച്ചു കൊടുത്തു. ഉസ്താദ് എന്നെ വിളിച്ചിട്ട്, ഇനി എന്റെ ജാനിബൊക്കെ മുറായത്ത് ചെയ്ത് നമുക്കൊരു ലേഖനം തയ്യാറാക്കണം, അതിന് നിങ്ങൾ തന്നെ എഴുതണം എന്ന് പറയുന്ന ഒരു രംഗമുണ്ടായി. ഉസ്താദ് ഞങ്ങളും തമ്മിൽ നടന്ന ആ ചർച്ചയിൽ പുതിയ സയൻസ് ഒക്കെ വെച്ച് ഞാൻ ലേഖനം എഴുതിയപ്പോൾ അതിനെ ക്രോസ് ചെയ്യും വിധം പഴയ സയൻസിന്റെ കാര്യങ്ങളൊക്കെ വെച്ച് ലേഖനം ഉണ്ടാക്കണം, അത് നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറയാൻ മാത്രം ഉസ്താദിന്റെ വിശാലമായ മനസ്സ് നമ്മള് മനസ്സിലാക്കണം. എന്തായാലും ഒന്ന് രണ്ട് ആളുകളോടും ഒന്ന് രണ്ട് ക്ലാസുകളിലും ഉസ്താദ് ഞങ്ങളാ കാലഘട്ടത്തെ കുറിച്ച് പ്രത്യേകം പറഞ്ഞത് പിന്നീട് അറിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ 2001 ബാച്ചിലെ സക്കാഫിമാർക്കൊക്കെ വലിയ സന്തോഷം തോന്നുന്ന കാര്യമാണ്. എന്തായാലും എല്ലാ വിദ്യാർത്ഥികളെയും നിത്യമായി പ്രചോദിപ്പിച്ച് നിരന്തരമായി എഴുതാനും പ്രസംഗിക്കാനും മുതാല ചെയ്യാനും പ്രോത്സാഹിപ്പിച്ച് സാധാരണക്കാരാകുന്ന SSFന്റെ പ്രവർത്തകർ, അതായത് ഉസ്താദുമാരല്ലാത്തവർ, ഫാൻസ് ഇൻസൈഡ് ചെയ്ത് ഫുൾ കൈ ഡ്രസ് ഇട്ട് തൊപ്പി വെച്ച് സുന്നത്ത് ജമാഅത്ത് പ്രസംഗിക്കുന്ന കാലം സ്വപ്നം കണ്ട് അതിനു വേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ മസലകളൊക്കെ പദ്യരൂപത്തിൽ തയ്യാറാക്കാൻ പോലും സമയം കണ്ടെത്തി ഈ ദീന് ഇപ്പൊ നമ്മൾ ആസ്വദിക്കുന്ന വിധം പ്രഫുല്ലമായി നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്നാണ് ബഹുമാന്യരായ ഉസ്താദ് ഇവിടെ പറഞ്ഞത്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ അള്ളാഹു അവസരം നൽകട്ടെ. നെല്ലിക്കുത്ത് ഉസ്താദിന്റെ എല്ലാവിധ ഖൈറാത്തുകളും അള്ളാഹു ഖബൂലാക്കട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.